സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാട്ട് പാടാനായിട്ട് അവരെല്ലാവരും പറയുമ്പോൾ ഷാമ പറയണേ, എന്നാ മോളെ നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്നിച്ച് പാടിയാലോ? അത് വേണ്ട, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ പാട്ടാണ്. അതുകൊണ്ട് ഞാൻ എത്താണ് അമ്മയുടെ പാട്ട് കേൾവിക്കാരായിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാ എനിക്ക് സന്തോഷം. അമ്മ ധൈര്യമായിട്ട് പാടിക്കും. അങ്ങനെ ഷാമ അവരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പോലെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെ പാടുവാണ്. അങ്ങനെ ഷാമയുടെ പാട്ടിൽ ലയിച്ച് ആസ്വദിച്ച് നിൽക്കുവാണ്ടോ എല്ലാവരും. പാടിക്കഴിഞ്ഞതും ശ്യാമയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക രാധിക. സത്യം പറയാലോ, ഇത്ര നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ഒരമ്മയുടെ മോളായതിലേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സൂപ്പറായിരുന്നു അമ്മേ. എന്നാൽ പിന്നെ വാ, നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറഞ്ഞവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം രാധിക കഴിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്ടോ ശ്യാമ. എന്നിട്ട് ചോദിക്കണേ, അതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതിയോ? ഇന്ന് മോള് വാരി തരുന്നതാണ് ഞാൻ കഴിക്കുന്നത്. ആണോ? അതിപ്പറ സന്തോഷം പിന്നെ എനിക്ക് എന്താ ഉള്ളത്? അമ്മ കഴിക്കുക എന്നും പറഞ്ഞ് രാധിക തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് ശ്യാമക്ക് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമയും രാധികയ്ക്ക് അതേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം വാരി കൊടുക്കുക. എന്നിട്ട് വരുണിനോട് പറയണേ, വരുൺ ഇങ്ങോട്ട് നിന്നേ, വാ മോനെ. അങ്ങനെ പറഞ്ഞ് വരുണിനെ അരികിലേക്ക് വിളിക്കുവാണ്. എന്നിട്ട് വരുണിനും ഭക്ഷണം എടുത്ത് വാരി കൊടുക്കുക. നീയും എൻ്റെ മോനല്ലേ, കഴിക്ക്. അങ്ങനെ പറഞ്ഞ് വരുണിനും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലിരിക്കുവാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം ഷ്യാം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, അതെ എന്താണെങ്കിലും ഇന്നത്തെ ഈ പാർട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നൊരു സെൽഫി എടുക്കാം. അങ്ങനെ പറഞ്ഞ് ഷ്യാമയും വരുണും രാധികയും അതുപോലെ ആ പോലീസുകാരും അവരെല്ലാവരും ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കുന്നുണ്ട്. ഈ സമയം ആ രണ്ട് പോലീസുകാരും സന്തോഷത്തോടെ പറയണേ, സത്യം പറയാലോ ഞങ്ങൾ ഇതുപോലെ പല സ്ഥലത്ത് ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ മടുപ്പോടു കൂടിയും ഭാരത്തോടു കൂടിയൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇന്നിവിടെ ഡ്യൂട്ടി കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദിവസമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവരോടും പറയണം. എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകും. താങ്ക് യു മാഡം, ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാർട്ടി ഞങ്ങൾക്ക് തന്നതിന് എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം രാധിക ചെന്ന് ഷ്യാമയുടെ ഇതിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, അതെ അമ്മേ എന്തായിരുന്നു പതിവില്ലാതെ ഒരു സെൽഫി എടുക്കലും മറ്റും? അന്നേരം രാധികയോട് ഷ്യാമ പറയണേ, അത് പിന്നെ ഇനി ഇതുപോലെ ഒരു സെൽഫി എടുക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ? അന്നേരം രാധികയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ക്ഷമ പറയണേണ്, നാളെ ഞാനും ഏട്ടത്തിയും കൂടി ഇവിടെ നിന്ന് പോകുമല്ലേ. അതിനുശേഷം ഇതുപോലെ രാധികനും ഈ പോലീസുകാരെയൊന്നും ഇതുപോലെ ഇങ്ങനെ വീണ്ടും ഒത്തൊരുമിച്ച് എല്ലാവർക്കും കൂടി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു സെൽഫി സൂക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. മോളുവാ. അങ്ങനെ അവരെല്ലാവരും കൂടി അവർ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ആരതിയുടെ കോടതിയിലെ വിശേഷം ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ സമയം അമൃത ചോദിക്കണേ, അതെ നേരം കുറേയായി, ഷ്യാമേ കിടക്കുന്നില്ലേ? നാളെ രാവിലെ തന്നെ എണീറ്റ് രജിസ്ട്രേഷനൊക്കെ പോകാനുള്ളതല്ലേ? അന്നേരം ഷ്യാമ പറയണേ, ഈ ആരതി മോളുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നല്ല രസമാണ്, സമയം പോകുന്നതേ അറിയില്ല. അന്നേരം ആരതി പറയുന്നുണ്ട്, എന്നാണെങ്കിലും ഇന്നത്തേക്ക് ഇത്രയും മതി ചെറിയമ്മേ, ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പിന്നീട് പറയാം. ഞാൻ എന്നെ ഇറങ്ങുവാണ്. മോളെ ഈ രാത്രി ഇനി ഒറ്റയ്ക്ക് പോകണോ? വേണമെങ്കിൽ നാളെ പോകാം. എനിക്കൊറ്റയ്ക്ക് പോകാൻ ഒരു ഭയവും ഇല്ല ചെറിയമ്മേ. ഇനി അഥവാ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലും അവരെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അന്നേരം വരുൺ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാനും രാധികയും കൂടി ആരതിയുടെ ഒപ്പം വരാം. അതൊന്നും വേണ്ട വരുൺ. ഇതിലും വലിയ നഗരത്തിലെ ഇതിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ ശത്രുക്കളുടെ ഒപ്പം പോരാടി നിന്നുള്ള ആരതി. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാനേ ഒരു ഭയവും ഇല്ല. എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഭയവും വേണ്ട. ഈ സമയം രാധിക പറയുന്നുണ്ട്, അല്ലെങ്കിലും ആരതി ചേച്ചിയുടെ അടിയിലേക്ക് ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അവരെ അടിച്ചു വീഴ്ത്താൻ ആരതി ചേച്ചിക്ക് നല്ല കഴിവുണ്ടല്ലോ. അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ. ആഹാ, ഒരാളുടെ സാക്ഷ്യപത്രം കൂടി കിട്ടിയല്ലോ എന്ന മൃദയം പറയുവാണ്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ രാത്രി യാത്രയില്ല. അങ്ങനെ പറഞ്ഞ് ആരതി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ക്ഷമ പറയുന്നുണ്ട്, സത്യം പറയാലോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കാനേ തോന്നുന്നു, ഉറക്കമേ വരുന്നില്ല. അത് കേൾക്കുന്നതും രാധിക പറഞ്ഞേ, അതിനെന്താ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കാം. ഞാൻ അമ്മയുടെ റൂമിലേക്ക് വരാം, ഞാനിന്ന് അവിടെ കിടക്കാം. അപ്പം നമുക്ക് നേരം വെളുക്കുന്നത് വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. അന്നേരം രാധിക പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ ഒറ്റ കിടന്നോളാം, നീ ഇന്ന് വരടിൻ്റെ ഇപ്പോൾ റൂമിൽ കിടന്നാൽ മതി. അതെന്താ അങ്ങനെ? അന്നേരം അമൃത പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായ എന്താ കാര്യം എന്ന്. ഇതുപോലെ മനസ്സിന് ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളിലുണ്ടല്ലോ, ഷ്യാമയുടെ സ്വപ്നത്തിലെ അഖിൽ വരും. പിന്നീട് കുറേ നേരം ഇവർ പരസ്പരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. ഇടയ്ക്കൊരു ദിവസം ഇതുപോലെ ഷ്യാമയുടെ റൂമിൽ നിന്ന് സംസാരം കേട്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കിയതല്ലേ. അന്നേരം ഷ്യാമ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ എല്ലാം മനസ്സിലായത് അഖിലിനോട് സംസാരിക്കുമായിരുന്നു എന്ന്. ആണോ അമ്മേ? അമ്മയുടെ സ്വപ്നത്തിൽ അച്ഛൻ വരുമോ? അന്നേരം ഷ്യാമ നാണത്തോടെ പറയണേ, ശരിയാ, അഖിൽ സാർ വരാറുണ്ട്. കേൾക്കുന്നവർക്കൊക്കെ എൻ്റെ തോന്നലാണെന്ന് തോന്നും. പക്ഷെ എനിക്കറിയാം എൻ്റെ അഖിൽ സാർ എൻ്റെ അരികിൽ വരും, എന്നോട് സംസാരിക്കും. എപ്പോഴും ഞാൻ അഖിൽ സാറിനോട് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളുടെ ഒരു കെട്ടാണ് പറഞ്ഞു തീർക്കാറ്. എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളും കൊച്ചുവെച്ച സന്തോഷങ്ങളും എല്ലാ സാറിനോട് പറയും. അതെല്ലാം അഖിൽ സാർ കേട്ടിരിക്കും, എന്നെ സമാധാനിപ്പിക്കും.
പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സങ്കടങ്ങളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചാണ്, എൻ്റെ മോനെയും കുറിച്ചാണ്. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ നാളെ ചെയ്തു തീർക്കാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലും സംതൃപ്തിയും മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലിപ്പം. നിങ്ങൾ രണ്ടുപേരും ചെന്നുറങ്ങിക്കോ, ഞങ്ങൾ ഉറങ്ങാൻ പോകുവാണ്. അങ്ങനെ വരണിൻ്റെ അധികം പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ശ്യാമ പെട്ടെന്ന് മോളെയൊന്നും പറഞ്ഞ് രാധികനെ വിളിക്കുവാണ്. എന്നിട്ട് രാധികയുടെ അരികിൽ ചെന്ന് രാധികയെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ഞാനും ഏട്ടത്തിയും കൂടി നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എൻ്റെ മോളെ എനിക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുക? അങ്ങനെ പറഞ്ഞ് വീണ്ടും രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം രാധിക മരണ റൂമിലേക്ക് പോകുക. ഈ സമയം അമൃത പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് കിടക്കാം ശ്യാമേ. അതെ, രാത്രി ഞാൻ റൂമിലേക്ക് വരേണ്ടി വരുമോ? വേണ്ട ഏട്ടത്തി. അതെ, ഞങ്ങളുടെ സ്വകാര്യതയിൽ ഏട്ടത്തിനൊരു കട്ടുറുമ്പാവണ്ട. അങ്ങനെ പറഞ്ഞ് ശ്യാമയും അമൃതയും അവിടെ നിന്നും കിടക്കാൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടിയിരിക്കുന്ന പരമേശ്വരനെയാണ് കേട്ടോ. ഈ സമയം പത്മിനി പരമേശ്വരൻ്റെ അരികെ വന്നിരിക്കുക. എന്തു പറ്റിയേട്ടാ? നേരത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ഇപ്പോഴെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ട, തീരെ വിശപ്പില്ല. എന്താ ഏട്ടൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ്റെ കാരണം? പേടിക്കാനൊന്നുമില്ലല്ലോ. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ശ്യാമ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. നാളത്തോടു കൂടി രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയാക്കും. പിന്നെ വരണിൻ്റെ രാധികയുടേതുമല്ല സ്വത്തുക്കളെല്ലാം. അതോടെ കണിമംഗലത്ത് ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങുകയും ചെയ്യും. പിന്നെയും എന്തിനാ ഏട്ടൻ ഇങ്ങനെ ടെൻഷനാവുന്നത്? അന്നേരം പരമേശ്വരൻ പറയണേ, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഇത്രയും നാളും കണിമംഗലം എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തി മാത്രമേ നിന്നിട്ടുള്ളൂ. ഇപ്പോൾ മറ്റൊരാളുടെ കീഴിൽ സഹായത്തിനായി നിൽക്കുന്നു. അത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഏട്ടനെന്ന് പറഞ്ഞില്ലേ രാധിക മോളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഓരോ പണവും കടം വാങ്ങുന്നതായിട്ട് കരുതാന്ന്. നമ്മുടെ കമ്പനി ലാഭത്തിലാകുമ്പോൾ അതെല്ലാം നമ്മൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ തന്നെ ചെയ്യാം. ഏട്ടൻ ഇനി അതിൻ്റെ പേരിൽ ഇങ്ങനെ മനപ്രയാസപ്പെടല്ലേ. അന്നേരം പരമേശ്വരൻ പറഞ്ഞേ, ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണിമംഗലം ഗ്രൂപ്പിൻ്റെ ഉടമ ഞാനും വരനും സൂര്യമാണല്ലോ. രാധിക മോളെ കൂടി കണിമംഗലത്തിൻ്റെ ഉടമയാക്കിയാൽ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് കേൾക്കുന്നതും പത്മിനിക്കോ നല്ലതാന്ന് തോന്നുന്നു. അത് ശരിയാ, അങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ സമയം ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പനയും മുർവശിയും ഇത് കേട്ടിട്ട് പരമേശ്വരനോട് പറയണേ, അല്ലച്ച അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവൾ കുറച്ച് പണം തരുന്നു എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് കടമംഗലത്തിന് ഉടമയാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഈ സമയം ഉർവശി ചോദിക്കണേ, അല്ല രാധികയെ ഇനി കടമംഗലത്തിന് ഉടമയാക്കിയാൽ മാത്രമേ ഈ ഒരു രജിസ്ട്രേഷനും മറ്റും നടക്കുകയുള്ളൂ എന്ന് ശ്യാമ വലുതും പറഞ്ഞു. അന്നേരം പരമേശ്വരൻ പറയണേ, നിങ്ങൾക്കെന്തറിയാം, ശ്യാമയും രാധികയും ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അല്ല, ഇക്കാര്യത്തിലൊക്കെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? കടമംഗലം ഗ്രൂപ്പ് ഇതുപോലൊരു പടുകുഴിയിലേക്ക് വീണിട്ടും നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഹായമായിട്ട് വന്നോ? അന്നേരം കൽപ്പന ചോദിക്കുന്നുണ്ട്, ഓ അത് ശരി, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആരും സഹായിക്കാൻ വരാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? അതേരം പരമേശ്വരൻ പറയുക, അതൊരു പ്രശ്നമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞു പോകും. കണിമംഗലം ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അക്കാര്യത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ രണ്ടുപേരും തലമുണ്ടാക്കേണ്ട കാര്യമില്ല. പത്മിനി വന്നേ, വാ നമുക്ക് പോയി കിടക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വാ എന്നും പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൽപ്പനക്കങ്ങ് ദേഷ്യം കയറുവാണ് കേട്ടോ. കൽപ്പന പറയണേ, നാളത്തെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ രാധിക കണിമംഗലത്തിൻ്റെ ഉടമയാകും. നമ്മളെല്ലാവരും അവളുടെ ചിലവിൽ കഴിയുന്ന ആൾക്കാരാകും. ശരി, എന്തൊരു നാണക്കേടാ ഇതൊക്കെ സഹിച്ച് എന്തിനിവിടെ നിൽക്കുന്നത്? അന്നേരം ഉർവശി പറയുന്നുണ്ട്, അതിന് നാളെ രജിസ്ട്രേഷൻ നടന്നാലല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നീ നോക്കിക്കോ കൽപ്പനെ. അങ്ങനെ ചെറിയമ്മ പറഞ്ഞ വാക്ക് കേട്ട് ചെറിയൊരാശ്വാസത്തിൽ നിൽക്കുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ രജിസ്ട്രേഷന് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന രാധികനെയും വരുണിനെയുമാണ് കേട്ടോ. ഈ സമയം രാധിക പറയണേ, അമ്മ ഇപ്പോൾ റെഡിയായിട്ടുണ്ടാകുമോ? അമ്പലത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? എടോ, രജിസ്ട്രേഷന് മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അമ്മയല്ലേ പറഞ്ഞത്? അപ്പോൾ തന്നെക്കാൾ മുമ്പേ റെഡിയായി കാണും. പിന്നെ രാധിക, ഇന്നത്തെ ദിവസത്തോടെ ഞാൻ തനിക്ക് മുമ്പിൽ വലിയൊരു കടക്കാരനായി മാറാൻ പോകുക. ഹാ വരുൺ, എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? ആരാ ഇത്? നമ്മൾ രണ്ടുപേരും ഇനി എന്നും ഒറ്റ ശരീരമാണ്, ഒറ്റ മനസ്സാണ് നമുക്ക് എന്നൊക്കെ എന്നോട് എപ്പോഴും പറയാറുള്ള ആളാണോ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ എന്നെ വേർതിരിച്ച് കാണുന്നത്? അമ്മയുടെ പണം മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ അമ്മയുടെ മോളാ, വരണു അമ്മയുടെ മോനാണ്. അപ്പോൾ അമ്മ നമുക്ക് സ്വത്ത് എഴുതി തരുമ്പോൾ അത് നമുക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ്. അതിലിനി എൻ്റേത് നിൻ്റേത് എന്നൊന്നും പറയാനുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. വന്നേ, വാ നമുക്ക് അമ്മയുടെ അരികിലേക്ക് പോകാം. അമ്മ ഇതുവരെ എണീറ്റില്ലേ? അങ്ങനെ പറഞ്ഞ് രാധിക നേരെ ചെന്ന് ശ്യാമയുടെ റൂം തുറന്നു നോക്കുവാണ്. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല കേട്ടോ. ഇനി വാഷ്റൂമിലെങ്ങാനും ഉണ്ടോ എന്നറിയാനായിട്ട് രാധിക അതും തുറന്നു നോക്കുക. അവിടെയും ശ്യാമയില്ല. അങ്ങനെ ടെൻഷനായിട്ട് രാധിക വരുണിൻ്റെ അരികിലെത്തുക. വരുൺ, അമ്മയെ റൂമിലൊന്നും കാണുന്നില്ല. അതിനെന്താടത്താണ് ഇങ്ങനെ ടെൻഷനാവുന്നത്? അമൃത മേഡത്തിൻ്റെ റൂമിലുണ്ടാവും. അങ്ങനെ രാധിക നേരെ അമൃതയുടെ റൂമിലേക്ക് ചെല്ലുക. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ അമൃതേനെയും കാണുന്നില്ല, അമ്മേനെയും കാണുന്നില്ല കേട്ടോ.
അങ്ങനെ വീണ്ടും രാധിക ടെൻഷനായിട്ട് ഓടി വരുവാ. വരുൺ റൂമിൽ അമൃതമേടവും ഇല്ല, അമ്മേനെയും അമൃതമേടത്തെയും കാണുന്നില്ല. ഈശ്വര, രണ്ടുപേരും ഇവിടെ പോയി? അത് നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ. താൻ വാ, നമുക്കിവിടെയെല്ലാം നോക്കാം എന്നും പറഞ്ഞ് അമ്മയെന്നും വിളിച്ച് വരുണിൻ്റെ രാധികയും കൂടി താഴെ മുകളിലും എല്ലായിടത്തും നോക്കുവാണ്. ഈ സമയം പുറത്ത് 2 പോലീസുകാരും കൂടി അവിടെ ഇരുന്ന് പതി ഉറക്കം തൂങ്ങുന്നുണ്ടാവും. പെട്ടെന്ന് അവരുടെ ഒച്ചയൊക്കെ കേട്ട് അവരും എണീക്കുവാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുക. അന്നേരം വരുൺ പറയണേ, ശ്യാമ മേഡത്തിനെയും അമൃത മേഡത്തിനെയും ഒന്നും കാണുന്നില്ല. അവരെ പുറത്തേക്ക് വല്ലതും പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇവിടുന്ന് എന്താണെങ്കിലും ആരും പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി? അതേന്നേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെന്താണെങ്കിലും പുറത്തു പോകാൻ സാധ്യതയില്ല. നമുക്കിവിടെ എല്ലാം മൊത്തം ഒന്ന് അന്വേഷിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ വീട് മുഴുവൻ അടിച്ച് പെറുക്കുവാണ്. അങ്ങനെ വീട് മുഴുവൻ തിരഞ്ഞിട്ടു ശ്യാമയെ കാണാതെ എന്ത് പറ്റിയെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രാധികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്